ഇപ്പൊ സീതാറാമിൽ ദേശം ഇനി നമ്മളത് കഴിഞ്ഞ് മറ്റ് സംഘങ്ങളിലേക്കൊക്കെ പോകും. ഒരു കുറച്ച് വലിയ വയറുള്ള ചേട്ടനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദൃശ്യാവിഷ്കാരം എന്ന് പറയാം അല്ലെ, വലിയ തരത്തില്. അതെ, വലിയ എന്നുവെച്ചാ ആ വയറെത്ര വലുതാവുന്നു, ഇവരുടെ തലയെടുപ്പ് എന്ന് പറയുന്നത് ഇവരുടെ വയറിനുള്ള. അതെ, വയറെത്ര വലുതാവുന്നു അതിനനുസരിച്ച് ആ പുലി നന്നാവും. ഈ വയറിന്റെ രഹസ്യം ഞാൻ ഈ ചേട്ടനോടും ചോദിക്കാൻ പോവാ. എന്താ ഈ വയറിന്റെ രഹസ്യം? വയറിന്റെ രഹസ്യം പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തടി കുറയ്ക്കാണ്ട് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യുന്നുണ്ട്. ചേട്ടനൊരു സിനിമയില് അഭിനയിക്കുന്ന നായകനാണ്. നായകനല്ല, വലിയ വലിയ പടങ്ങളിൽ ഭാഗമാകാൻ പറ്റി. ഏത് പടത്തിലാ? ഹൃദയം, മേമൂസ, നെയ്മർ, തമിഴില്, ഫ്ലവേഴ്സിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിജയ് സാറിനെ കാണാൻ വേണ്ടിട്ട് ഞാനിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇപ്പൊ പുലിവേഷം കെട്ടാൻ സീതാറാമിൽ വരാൻ പറ്റിയതും പ്രസാദേട്ടൻ വന്ന് എന്നെ വിളിച്ചു വന്ന് ഒരു 3-4 മാസം മുന്നേ, അന്നിങ്ങനെ വർക്കൊന്നും ഇല്ലാണ്ട് ആകെ കഷ്ടമായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രസാദേട്ടൻ വന്ന് വിളിച്ചു. അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള പുലികളെ നമ്മൾ കാണാറുണ്ട്. ഇത് വിജയ് ഫാൻ ആയിട്ടുള്ള ഒരു പുലി. എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി അല്ലേ? എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ടാണോ? അതെ അതെ, എല്ലാവർക്കും വേണ്ടിയില്ല, എല്ലാവർക്കും വിജയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജയണ്ണന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്ക് വേർതിരിവൊന്നുമില്ല. തമിഴ് മലയാളം മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള ഭാഷയിലും അഭിനയിക്കണം. അപ്പോൾ ഇത് കാണുന്ന ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, നടീനടന്മാർ, കഥ എഴുതുന്ന ആർക്കും ഒരു ദേഷ്യം വേണ്ട. എനിക്ക് എല്ലാ ഭാഷയിലും അഭിനയിക്കണം. വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഫോട്ടോ ഇട്ട് നടന്നത്. വിജയ് ഫാൻ ആയിട്ടുള്ള ഒരു പുലി, അത് വെറൈറ്റി പുലിയാണ്. നമുക്ക് പലതരത്തിലുള്ള, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പല ജോലികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജോലി രാജിവെച്ചും ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടും ഒക്കെ പുലി വേഷം കെട്ടാൻ വരും എന്ന് പറയുന്ന കാറുണ്ട്. അങ്ങനെ ഒരു പുലിയെ നമ്മൾ കണ്ടത്.